ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇന്ന് ഒക്ടോബർ 18 വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വന്ന എപ്പിസോഡാണ്. ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഷാനവാസിനെ ലാലേട്ടൻ പിടിച്ച് എയറിലാക്കിയില്ലേ? അപ്പോൾ ഈ ആഴ്ചത്തെ എയറാന്ന് പറയുന്നത് നമ്മുടെ അനുമോളാണ് കേട്ടോ. ഈ ആഴ്ച അനുമോൾ അവിടെ കാണിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഈ ആഴ്ച എന്ന് മാത്രമല്ല, ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അനുമോൾ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കുറ്റപ്പെടുത്തി തന്നെയാണ് ബിഗ് ബോസ് വീട്ടുകാരെല്ലാവരും അനുമോൾക്ക് എതിരായിട്ട് സംസാരിച്ചത്, ചോദ്യം ചെയ്യാനായിട്ട് ലാലേട്ടനും. ഈ കഴിഞ്ഞ വീക്കിൽ മറ്റേ പാവയുടെ ടാസ്ക് ആണെങ്കിലും അതേപോലെ ബോൾ ത്രോയിങ് ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൽ നടന്ന കുറേ അധികം ഇഷ്യൂസൊക്കെ പൊക്കി കാണിച്ച് ലാലേട്ടൻ ചുമ്മായിട്ട് അനുമോളെ വട്ടാക്കണ പോലെ ഉണ്ടെങ്കിൽ തോന്നിയത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് അനുമോളെ പിടിച്ച് അവിടെ ചോദ്യം ചെയ്തത്. അതിനൊന്നും ആവശ്യമുണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ. എന്താണ് ബോൾ പിടിച്ച സമയത്ത് അക്ബർ മുട്ടി തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് അതിനെ ശരിക്കും ന്യായീകരിച്ചാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അവിടെ സംസാരിച്ചിട്ടോ. അത് മാത്രമല്ല, ആര്യൻ്റെ മറ്റേ ആ ക്യാപ്റ്റൻസി ഒരു കാര്യം ചോദിച്ചു ലാലേട്ടൻ. അപ്പോൾ പറയാണ് ആര്യൻ ശരിക്കും ക്യാപ്റ്റൻ ആവാനായിട്ട് നിൽക്കുന്നത് ഇമ്മ്യൂണിറ്റി പവർ മാത്രം പ്രതീക്ഷിച്ചിട്ടാണെന്നുള്ളത്. അനുമോൾ ആ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചുമ്മാ അവിടെ ഷോ കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ്, അതൊരു കാര്യമല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, അനുമോൾ പലപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ലാലേട്ടാന്നൊക്കെ നമ്മുടെ അനീഷ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്ക് എന്താ പറയുക എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ശരിക്കും കുറച്ച് ബോറായിട്ടുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. ഒരു കാര്യമില്ലാതെ അനുമോളെ പിടിച്ച് കുറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. ഓരോ കാർഡ്സ്, ജെൻഡർ കാർഡ്, നന്മമരം കാർഡ്, ഒളിപ്പിക്കൽ കാർഡ്, അങ്ങനെ കുറേ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർഡ് അവരുടെ ക്യാപ്പിൽ കൊണ്ടുപോയി ലേബൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ബിഗ് ബോസ് വീട്ടിലുള്ള സകലമായ ആൾക്കാരും അനുമോളുടെ നെറ്റിക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ നെഗറ്റീവായിട്ടുള്ള കുറേ കാർഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്മമരം കാർഡ്, അതേപോലെ തന്നെ ജെൻഡർ കാർഡ് ഇറക്കണത്, കരച്ചിൽ കാർഡ് ഇറക്കണത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. അനുമോൾ ഇവിടെ മുഖമൊക്കെ ആ ടൈമിൽ കുറച്ച് മാറുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെവിൻ ആ പാവ എടുത്തുകൊണ്ട് പോയ ഇഷ്യൂ, അതിനെയൊക്കെ ലാലേട്ടൻ ശരിക്കും ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ശരിക്കും അത് രണ്ട് സൈഡിൽ നിന്ന് ചോദ്യം ചെയ്യണമല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ അതൊന്നും ഞാൻ കണ്ടില്ല. അനുമോളെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ബലമായ സംശയം മിക്കവാറും ബിഗ് ബോസ് വീടിൻ്റെ വിന്നർ ആവാൻ പോകുന്നത് ഈ അനീഷ്, ഷാനവാസ്, അതേപോലെ അനുമോൾ, ഇവരിൽ മൂന്നുപേരിൽ ആരെങ്കിലും ആയിരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീക്കെൻഡ്സിലും ഇവരെ മൂന്നുപേരെയും ടാർഗറ്റ് ചെയ്തിട്ടാണ് ലാലേട്ടൻ മിക്കപ്പോഴും സംസാരിക്കാറുള്ളത്. ഇതൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ടാക്ടിക്സ് ആയിട്ട് എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വ്യക്തമാക്കാം കേട്ടോ. ബൈ.